الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യന് തുടക്കം കുറിക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമോട് കൂടിയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യനുള്ളതായി പ്രമാണങ്ങളിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രത്തെ രൂപീകരിക്കുന്നത്, മനുഷ്യ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നത് ആദമോടുകൂടിയാണ്. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. ഖുർആൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇന്നല്ലാഹ അസ്തഫ ആദം വ നൂഹൻ, പിന്നെ നൂഹിനെയാണ് അല്ലാഹു തആല ചരിത്രത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്നത്. വ ആല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തെയാണ് പിന്നെ തിരഞ്ഞെടുക്കുന്നത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട്. വാല ഇമ്രാൻ, പിന്നെ ഇമ്രാന്റെ കുടുംബത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് അലൽ ആലമീൻ, സർവ്വലോകത്തിനും വേണ്ടി. ഇവിടെ മനുഷ്യചരിത്രത്തിന്റെ 4 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യചരിത്രത്തിന്റെ ആരംഭം, അതിന്റെ ശൈശവഘട്ടം ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടമാണ്. അത് തികച്ചും മനുഷ്യചരിത്രത്തിന്റെ ശൈശവഘട്ടമാണ്. പരിശുദ്ധ ഖുർആന്റെ നസ്സിലോ തിരുസുന്നത്തിലോ
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് ഒരു മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതായിട്ട് രേഖകളില്ല, ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഊഹങ്ങളെയോ ഭാവനകളെയോ നാം പിൻപറ്റുകയില്ല. നമുക്ക് പ്രമാണമാണ് വിഷയം. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ എന്ന സൃഷ്ടി അതിൻ്റെ ഉൽപ്പത്തി നിർമ്മാണം നടന്നത് ആകാശത്തിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഭൂമിയുടെ നിർമ്മിതിയല്ല. മനുഷ്യൻ തികച്ചും ഒരു അഭൗതിക സൃഷ്ടിയാണ്, ഒരു അഭൗതിക നിർമ്മിതിയാണ്. അതിൻ്റെ ഉൽപ്പത്തി, പ്രത്യുൽപാദനം മാത്രമാണ് ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രത്യുൽപാദനം ഭൗതികവും ആണ്. എന്താണ് ഈ ഭൗതിക മാർഗ അതിൻ്റെ രേഖ എന്താണ് ഈ ഭൗതികവും അഭൗതികവും തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ? വഹ്യ് കൊണ്ട് മാത്രം അറിയുന്ന അറിവുകൾക്ക് നാം അഭൗതികം എന്ന് പറയുന്നു. വഹ്യികളോടൊപ്പം സാങ്കേതിക ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നാം ഭൗതികം എന്നും പറയുന്നു. ഭൂമിയും ഭൂമിയുടെ പുകന്തൊലിക്ക് മുകളിലുള്ള വസ്തുക്കളെല്ലാം ഭൗതികമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അഭൗതികമായ കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണം തികച്ചും അഭൗതികമാണ്. വഹ്യ് കൊണ്ടല്ലാതെ ഈസാ നബിയുടെ സൃഷ്ടിപ്പിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഭൗതികജ്ഞാനത്തിലൂടെ ഒരു വിഷയത്തിലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഭൗതികജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. തികച്ചും വഹ്യിന്റെ ഇൽമിലൂടെ മാത്രമേ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഇങ്ങനെ തലക്ക് വരെ നോക്കി ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ഹാബീൽ ഖാബീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു നിയോഗിച്ച കാക്ക, ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർദ്. കാക്ക വന്നിട്ട് ആദം മക്കൾക്ക് മയ്യിത്ത് ഒളിപ്പിക്കാനും കടക്കാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വഹ്യ് കൊണ്ടേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. ശാസ്ത്ര സാഹിത്യത്തിലൂടെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ഭൂമിയിൽ നടന്ന വിഷയമാണ്. അതെങ്ങനെയാണ് ഭൗതികമാകുക? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം വഹ്യ് കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. നാഖത്തുല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ് അള്ളാഹു അതിനെ പേരിട്ടിരിക്കുന്നത്. നിസ്ബ അള്ളാഹുവിലേക്കാണ്. വഹ്യിലൂടെ മാത്രമേ ആ ഒട്ടകത്തെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. സാങ്കേതിക ജ്ഞാനത്തിലൂടെ, സയൻസിന്റെ ഇൽമിലൂടെ ഒരിക്കലും നമുക്ക് ആ ഒട്ടകത്തെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉറുമ്പ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉറുമ്പ്, ആ ഉറുമ്പുമായിട്ടുള്ള സംഭാഷണം വഹ്യിന്റെ ഇൽമിലൂടെ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതിനെ വളച്ച് തിരിച്ച് ഒപ്പിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. അത് വഹ്യാണ്. അത് തികച്ചും അഭൗതികമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടാളവുമായിട്ട് താഴ്വര കടക്കുകയാണ്. അല്ല വാദിന്നംല, ഉറുമ്പുകൾ താമസിക്കുന്ന താഴ്വരയിലൂടെ പട്ടാളത്തെയും കൊണ്ട്. ഏതാ പട്ടാളം? വഹുശറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. സുലൈമാന് വേണ്ടി നാം പട്ടാളത്തെ സംവിധാനിച്ചു കൊടുത്തു. അള്ളാഹു പറഞ്ഞു, സുലൈമാന് വേണ്ടി പട്ടാളത്തെ നാം സജ്ജീകരിച്ചു കൊടുത്തു. മിനൽ ജിന്ന്, ജിന്ന് പട്ടാളത്തെ, വൽ ഇൻസ്, മനുഷ്യ പട്ടാളത്തെ, വത്തൈർ, പക്ഷിപ്പട്ടാളത്തെ, ഫഹും യൂസഊൻ, ഓരോ പട്ടാളവും ഓരോ ക്യാപ്റ്റന്റെ ചോട്ടിൽ അണിനിരക്കുകയായിരുന്നു എന്ന് ഖുർആൻ. വഹ്യിന്റെ ഇൽമാണ്. അതിനെ സയൻസ് കൊണ്ട് വ്യാഖ്യാനിച്ച് കൊളാക്കാൻ മെനക്കെട്ടാൽ നമ്മുടെ തല ചീത്തയാവുന്നല്ലാതെ കാര്യം മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പട്ടാളത്തെയും കൊണ്ട് താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ ഖാലത്ത് നംലത്തു യാ നംലു ദുഖുലു യാ അയ്യത്തുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു ഫഹും ലാ യശൂറൂൻ. ഉറുമ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ വിളിച്ചു പറഞ്ഞു, ഓ ഉറുമ്പിൻ കൂട്ടമേ, എത്രയും പെട്ടെന്ന് മാളങ്ങളിലേക്ക് വലിഞ്ഞുകൊള്ളുക. സുലൈമാനും പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി അരച്ച് കൊന്നുകളയാൻ ഇടയുണ്ട് എന്ന്. ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹ, അത് കേട്ടപ്പോൾ സുലൈമാൻ നബി ചിരിച്ചു എന്ന് ഖുർആൻ. അള്ളാഹു പറഞ്ഞിരുന്നു, നാം അംഗീകരിക്കുന്നു. ആമന്ന വസദ്ദഖ്ന. പറയാൻ കാരണം, ഭൗതിക വിവരണങ്ങൾ നാം ഭൂമിയെ ഭൗതികവും ഭൂമിക്ക് അപ്പുറത്തുള്ളത് അഭൗതികം എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചിട്ട് കൊളാക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണം, അസ്തിത്വ നിർമ്മാണം, ഉൽപ്പത്തി നിർമ്മാണം തികച്ചും അഭൗതിക നിർമ്മിതിയാണ്. വഹി കൊണ്ട് മാത്രമേ അത് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. വഹിയല്ലാത്ത ഇൽമിലൂടെ ആദമിനെ ഗ്രഹിച്ചെടുക്കാൻ പറ്റിയിടത്താണ് ദിനോസറുകളെയും ചിമ്പാൻസികളെയും കടം വാങ്ങേണ്ടി വന്നത് ഭൗതിക ശാസ്ത്രത്തിന്. മനുഷ്യോൽപ്പത്തിക്ക് ചിമ്പാൻസികളെയും ദിനോസറുകളെയും ചരിത്രപരമായി കടം വാങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ്. വഹിയിന്റെ ഇൽമിലൂടെ മാത്രം യാഥാർത്ഥ്യമായ ഒരു വിഷയത്തെ സയൻസ് വൽക്കരിക്കാൻ മെനക്കെട്ടപ്പോൾ ഇല്ല. ആദം ആകാശ നിർമ്മിതിയാണ്. ആദമിന്റെ ഇണ ഹവ്വ ആകാശ നിർമ്മിതിയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദഹ്റിന്റെ തുടക്കത്തിൽ 3 ആയത്തിലൂടെ ഇത് മുഴുവനും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സംഭവങ്ങൾ മുഴുവനും. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യൻ എന്ന സൃഷ്ടിക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവനെ സംബന്ധിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടം. അതെ, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കാലഘട്ടമാണ്. അത് തികച്ചും ആകാശത്തലാണ്, ഭൂമിയുമായിട്ട് ബന്ധമില്ലാതെ. രണ്ടാമത്തെ ആയത്തിലൂടെ എന്താ പറഞ്ഞത്? ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. തീർച്ചയായും മനുഷ്യനെ നാം നിർമ്മിച്ചെടുത്തത് ഒരു തുള്ളി ശുക്ലത്തിൽ നിന്നാണ്. ഒരു തുള്ളി ശുക്ലത്തിൽ നിന്ന് പല മിശ്രിതങ്ങളും കൂട്ടിക്കലർക്കപ്പെട്ട ഒരു തുള്ളിയിൽ നിന്നാണ്. അതിന് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും നാം സംസാരിക്കാനുള്ള നാവും നാം നിർമ്മിച്ചു. വളരെ കൃത്യമാണ്. അത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രത്യുൽപാദനത്തെ പറ്റിയുള്ള വിഷയമാണത്. കാരണം പ്രത്യുൽപാദനം നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. ഏത് മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാലും ഇതൊക്കെ കാണാൻ പറ്റും. നേരെ മറിച്ച് ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണം മെഡിക്കൽ കോളേജിൽ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ആവശ്യമായ പരിജ്ഞാനങ്ങൾ ആദം ഹവ്വ ദമ്പതിമാർക്ക് നൽകുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എവിടെ വെച്ചാണ്? വല്ലാഹി ആകാശത്തിൽ വെച്ച് നടന്ന സംഭവത്തെ പറ്റിയാണ് പറഞ്ഞത്. ഭൂമിയുമായിട്ട് എന്തിനാണ് ബന്ധം? അതിൻ്റെ പിന്നെ മഅലൂമാത്തുകൾക്ക് ഭൂമിയുമായിട്ട് എന്താണ് ബന്ധം? സുമ്മ അറളഹും അലൽ മലായിക. മലക്കുകളുടെ മഹാസമ്മേളനത്തിൽ ആദം പഠിച്ച വിഷയങ്ങൾ അല്ലാഹു തആല പ്രദർശിപ്പിച്ചു, എക്സിബിഷന് വെച്ചു. അറള എന്ന് പറഞ്ഞ എക്സിബിഷന് വെക്കുക. ആകാശത്തിലാണ്, ഭൂമിയിലല്ല. فقال انبئوني باسماء هؤلاء ان كنتم صادقين. മലക്കുകളോടാണ് അല്ലാഹു തആല പറഞ്ഞത് ആദമിനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളെ പറ്റിയുള്ള വിശദീകരണം ആവശ്യപ്പെട്ടത്. ഖാലു ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആദം. അറിയില്ലാത്തത് അറിയില്ല എന്ന് പറയലാണ് ബുദ്ധി. ഏറ്റവും നല്ല അറിവെന്താണ്? അറിയാത്തത് അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും നല്ല അറിവ്. എനിക്കെല്ലാം അറിയാം, അവൻ ബുദ്ധിയായിരിക്കും, സഫീഹായിരിക്കും അയാൾ. ജാഹിലും അല്ല, സഫീഹ്. ആലിമ്, ജാഹില്, സഫീഹ് 3 തസ്തികയാണ്. ആലിമ് വഹയിൻ്റെ അറിവുള്ളവൻ, ജാഹില് വഹയിൻ്റേതല്ലാത്ത അറിവുള്ളവൻ, സഫീഹ് ഒരു ചുക്കും തിരിയാത്തവൻ. അങ്ങനെ 3 കാറ്റഗറിയാണ്: ഇൽമ്, ജഹില്, സഫാഹത്ത്. നമ്മൾ ജഹില് എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും തിരിയാത്തതെന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ല, എന്തൊക്കെയോ തിരിഞ്ഞിട്ടുണ്ട്, അവനിക്കാണ് ജാഹിൽ എന്ന് പറയുന്നത്. ആലിമെന്ന് പറഞ്ഞാൽ വഹിയാനി ഷെരീഫാൻ, ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ഇൽമ മാത്രം കരസ്ഥമാക്കിയവൻ, അവനാണ് ആലിം. ഇൽമ എന്ന് പറഞ്ഞാൽ അൽ വഹിയാനി ഷെരീഫാൻ, 2 വഹിയുണ്ട്, 2 വഹിയിൻ്റെ ഇൽമിനാണ് ഇൽമ എന്ന് പറയുന്നത്. മാ ഖാലല്ലാഹ് വ മാ ഖാല റസൂലുള്ളാഹ്. ജഹീൽ എന്ന് പറഞ്ഞാൽ വഹിയിൻ്റേതല്ലാത്ത മനുഷ്യൻ അവൻ ഗണിച്ചെടുക്കുന്ന അറിവുകൾ, തെറ്റാവാം ശരിയാവാം, ഇതിനാണ് ജഹീൽ എന്ന് പറയുന്നത്. സഫാഹത്ത് എന്ന് പറഞ്ഞാലോ ഒരു ചുക്കും തിരിയാത്തവൻ, 0. ഖുർആൻ പറഞ്ഞിട്ടില്ലേ സയഖൂലു സുഫഹാ അല്ലേ, കമാ ആമന സുഫഹാ. അവിടെയൊക്കെ സഫീഹ് എന്നുള്ള വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത്. വിട്ടേ. ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പരിശീലനം നൽകുന്നത് സ്വർഗത്തിൽ വെച്ചാണ്. അതിനാണ് നമ്മൾ നമ്മുടെ വക വ്യാഖ്യാനിക്കാൻ മെനക്കെടുന്നത്. അല്ലാഹു റസൂലും പറഞ്ഞത് അങ്ങ് അംഗീകരിച്ചാൽ പോരെ. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം ഹവ്വ ദമ്പതിമാരോട് സ്വർഗത്തിൽ പാർക്കാൻ വേണ്ടി പറഞ്ഞത് തർബിയത്തിന് വേണ്ടിയിട്ടാണ്. സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായിട്ടല്ല സ്വർഗം കിട്ടിയത്, തർബിയത്താണ്. ഭൂമിയിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പരിശീലിപ്പിക്കുകയായിരുന്നു സ്വർഗലോകത്ത് വെച്ച് ആദം ഹവ്വ ദമ്പതിമാരെ. പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് അയച്ചത്, തർബിയത്തിന് വേണ്ടിയിട്ട്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അതോ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ടാണോ? സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമാകാൻ സൽക്കർമ്മം തുടങ്ങിയിട്ടില്ലല്ലോ.
സൽക്കർമ്മം തുടങ്ങണമെങ്കിൽ ഹിദായത്തിനെ പറ്റിയുള്ള ചർച്ച വരണ്ടേ? ഹിദായത്തിനെ പറ്റിയുള്ള ചർച്ച വരണമെങ്കിൽ ഇസ്ലാമിനെ പറ്റിയുള്ള ചർച്ച വരണ്ടേ? ഇതൊന്നും തരാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇസ്ലാമിനെ പറ്റിയോ ഹിദായത്തിനെ പറ്റിയോ ഇസ്തിഖാമത്തിനെ പറ്റിയോ ഒന്നും ചർച്ച ആകാശ ലോകത്ത് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സൽക്കർമ്മം എന്നുള്ള സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായിട്ട് സ്വർഗം കൊടുക്കുക? നമ്മൾ ധാരണയാണ്, നമ്മൾ അറിവില്ലായ്മയാണ്. പരിശീലനത്തിന് വേണ്ടി അയച്ചതാണ് ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിലേക്ക്. എന്താണ് പരിശീലനം? ഭൂമിയിൽ വന്നാൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന്. എന്താണ് ഭൂമിയിൽ വന്നാൽ പ്രവർത്തിക്കേണ്ടത്? 2 കാര്യങ്ങളാണ്. അൽ ഇംതിസാലു ബി അവാമിരില്ലാഹ് വൽ ഇജ്തിനാബു ബി നവാഹിഹി. ഭൂമിയിൽ വന്നാൽ ചെയ്യേണ്ട ആകെയുള്ള 2 ജോലി എന്താണ്? അള്ളാഹു കൽപ്പിക്കുക, അടിമകൾ പ്രവർത്തിക്കുക. അള്ളാഹു നിരോധിക്കുക, അടിമകൾ അത് ഒഴിവാക്കുക. എങ്ങനെയാണ് കൽപ്പനകൾ പൂർത്തിയാക്കേണ്ടതെന്നും എങ്ങനെയാണ് നിരോധനം ഒഴിവാക്കേണ്ടതെന്നും പരിശീലിപ്പിക്കുകയായിരുന്നു സ്വർഗലോകത്ത് വെച്ച്. അൽ അംറു വന്നഹി, അള്ളാഹുവിൻ്റെത് 2 കൽപ്പനകളാണ്. ഒന്ന് നിരോധനമാണ്, ചെയ്യാനുള്ള കൽപ്പനയാണ്. മറ്റേത് ചെയ്യരുത് എന്ന കൽപ്പനയാണ്. സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു നൽകിയ നിർദ്ദേശം 2 നിർദ്ദേശമാണ്. ഒന്ന് കൽപ്പന, മറ്റൊന്ന് നഹി, നിരോധനം. എന്താണ് കൽപ്പന? കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. ഒരു ഏരിയ കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകൊള്ളുക. അംറാണ്. വലാ തഖറബാ ഹാദിഹി ഷജറ, അങ്ങോട്ട് പോകണ്ട, അവിടെ തിന്നണ്ട. നെഹിയാണ്. അവിടെ തിന്നുന്നെന്ന് പഴയത് മരുന്ന് നല്ല ചർച്ച. നെഹിയും അമ്രുമാണ് ചർച്ച. ഒരു കൽപ്പന, ഒരു നിരോധനം, അതാണ് വിഷയം. മറ്റേത് അനുബന്ധ വിഷയങ്ങൾ മാത്രമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ 1ാം പേപ്പറിൽ 100 മാർക്കോടെ ജയിച്ചു. 2ാമത്തെ പേപ്പറിൽ 0 മാർക്കിൽ പൊട്ടി. എന്താണ് 1ാമത്തെ മാർക്ക്? 1ാമത്തെ പേപ്പർ അൽ അംറു ബി അംരില്ലാഹ്, അൽ ഇംതിസാലു ബി അവാമിരി. അല്ലാഹ് കൽപ്പിക്കുന്നത് എന്താണോ അത് പ്രവർത്തിക്കുക. അത് പ്രവർത്തിച്ചു. തിന്നാൻ പറഞ്ഞത് മുഴുവൻ തിന്നു. 2ാമത്തത് വൽ ഇജ്തിനാബു അനിൻ നവാഹി, അല്ലാഹ് നിരോധിച്ചതിനെ ഒഴിവാക്കുക. അവിടെ പൊട്ടി. നിരോധിച്ചതും തിന്നു. തിന്നോളാൻ പറഞ്ഞതും തിന്നു, തിന്നണ്ടെന്ന് പറഞ്ഞതും തിന്നു. അപ്പൊ എന്താ? 2ാമത്തെ പേപ്പറിൽ 0 മാർക്കിൽ പൊട്ടി, ഇല്ലേ? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ഇഹ്ബിത്തു ഫിൽ അർള്, ഇനി ഭൂമിയിലേക്ക് പോകാൻ സമയമായി. അപ്പോഴല്ലേ മനുഷ്യൻ ഭൂമിയിലെത്തുന്നുള്ളൂ. അത് പറയാൻ ഞാൻ ഇത്രയും പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ചരിത്രം തന്നെ. ഈ സമയത്താണ് മനുഷ്യൻ ഭൂമിയിലെത്തുന്നത്. ഭൂമിയുമായി ബന്ധമുണ്ടാകുന്ന ഈ സമയത്താണ്. ഇഹ്ബിത്തു ഫിൽ അർള് ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ഭൂമിയിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മുസ്തഖറാണ്, മറ്റേത് മതാഅ. മുസ്തഖർ താമസിക്കാനുള്ള സൗകര്യം, മതാഅ തിന്നാനും കുടിക്കാനുള്ള സൗകര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യർക്ക് വേണ്ടി ഇൻസാനിയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് ഈ 2 ഏർപ്പാടുകൾ നടത്തിയിരിക്കുന്നത്. ഇതിന് ആദർശവുമായിട്ട് ബന്ധമില്ല. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആവശ്യങ്ങളുമായിട്ടാണ് ഇത് 2നും ബന്ധം. മുസ്തഖർ മതാഅകൾക്ക് ബന്ധം മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആവശ്യങ്ങളുമായിട്ടാണ്, ആദർശവുമായിട്ടല്ല. അതുകൊണ്ടാണ് ആവശ്യ പൂർത്തീകരണത്തിന് അസ്ബാബുകളെ അല്ലാഹ് സപ്ലൈ ചെയ്യുന്നത് ഇൻസാനിയത്തിനെ പരിഗണിച്ചിട്ടാണ് നാം പറയുന്നത്. അറബി ഭാഷ മനസ്സിലാവുമല്ലോ. അറബിയിലെ ചില പ്രയോഗങ്ങൾ ഇത്രയും കാലമായിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആക്കണം നല്ല ഒന്നും മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞ 3ാം ഘട്ടത്തിൽ പെട്ടുപോകുമെന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. ആണ് അങ്ങനെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇതൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്, സാങ്കേതിക പദങ്ങളൊക്കെ. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മതമോ ജാതിയോ വിശ്വാസമോ കർമ്മമോ നോക്കിയിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യ പൂർത്തീകരണത്തിന് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് എന്നർത്ഥം. അസ്ബാബിനാണെന്ന മെറ്റീരിയൽസ് എന്നർത്ഥം വെച്ചത്. വിശക്കുന്നവന് ഭക്ഷണം ആവശ്യമാണ്, ദാഹിക്കുന്നവന് വെള്ളം കുടിക്കാൻ ആവശ്യമാണ്, മാനം മറക്കാൻ വസ്ത്രം ആവശ്യമാണ്, പ്രായമെത്തുമ്പോൾ വിവാഹം ആവശ്യമാണ്, വിവാഹം കഴിഞ്ഞാൽ മക്കൾ ആവശ്യമാണ്, മക്കളൊക്കെ ആയാൽ ഒരു കുടുംബം, ഒരു ജീവിതം, ഒരു ജോലി, ഒരു തൊഴിൽ, ഒരു കച്ചവടം ആവശ്യമാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലാഹു തആല ആദർശം നോക്കിയിട്ടല്ല സപ്ലൈ ചെയ്യുന്നത്. നാം പലപ്പോഴും 10-15 കൊല്ലമായിട്ട് നാം പറയുന്നൊരു വിഷയമുണ്ട്. ബിസ്മി ചൊല്ലി നിക്കാഹ് ചെയ്യുന്ന മുസ്ലിമിന് മക്കളെ കൊടുക്കുന്നത് അല്ലാഹുവാണ്. യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്നത് അതേ അല്ലാഹുവാണ്. ആർക്കെങ്കിലും അതിൽ സംശയം തോന്നിയാൽ ഫഖദ് കഫർ, ആ സമയത്ത് അവൻ കാഫിറാവും. എനിക്ക് മക്കളെ തരുന്ന അല്ലാഹ് തന്നെയാണ്. അപ്പത്തെ ജോർജിന് ആരാ കൊടുക്കുന്നത് എനിക്കറിയില്ല എന്നൊരു മുസ്ലിം പറഞ്ഞ അവന്റെ ഈമാന്റെ അവസ്ഥ അക്കീദ ബാത്തിലാവും, അപ്പം കാഫിറാവും അവൻ.
എനിക്ക് തരുന്നതും ജോർജിന് കൊടുക്കുന്നതും രാമന് കൊടുക്കുന്നതും എല്ലാം ഒരേ അള്ളാഹു ആണെന്ന് അംഗീകരിച്ചാലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ സഹിയാവുള്ളൂ അല്ലേ? ഇവിടെ ആദർശം നോക്കിയിട്ടാണ് അല്ലാഹു തആല ക്രിസ്ത്യാനിക്ക് മക്കളെ കൊടുത്തത്. അമ്പലത്തിൽ ചെന്ന് ദേവിയെയോ ദേവനെയോ പൂജിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദു മതക്കാരന് മക്കളെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ അള്ളാഹുവാണ് നൽകുന്നത്, സ്നേഹത്തോടെയാണ് നൽകുന്നത്. ഇവിടെ അള്ളാഹു ആദർശം നോക്കിയിട്ടാണോ കൊടുക്കുന്നത്? അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ഒരു ശീഈ മതക്കാരൻ തൊട്ടടുത്തുള്ള ജാറത്തിൽ ചെന്ന് അൽഫാത്തിയ വിളിച്ച് കൈമടക്കും കൊടുത്തിട്ട് അങ്കഹത്തുക്ക പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവനിക്കും മക്കളെ കൊടുക്കുന്നത് അള്ളാഹുവാ, അതോ ജാറത്തിലെ തങ്ങളാണോ? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ ശരിയാവില്ലല്ലോ. നമുക്കൊരു അഖീദ വേണ്ടേ? മുഅ്മിനീങ്ങൾക്കൊരു അഖീദ വേണ്ട കൂട്ടുകാരെ. തൊട്ടടുത്തൊരു കല്യാണം, അവൻ ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്നവനാണ്, നിരീശ്വരവാദിയാണ്, ഭൗതികവാദിയാണ്, മതവും ജാതിയും ദൈവവും ഒന്നും ഇല്ലാത്തവനാണ്. പാർട്ടി ഓഫീസിൽ മാലയിട്ടിട്ടാണ് അവൻ കല്യാണം കഴിക്കുക. അവനും സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ നൽകുന്നത് അല്ലാഹുവാണ്. സംശയമില്ലല്ലോ? സംശയിച്ച അപ്പ ഇമാം പോകും. ഉസ്താദെ നിരീശ്വരവാദിക്കും, അതെ നിരീശ്വരവാദിക്കും ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നവൻ അല്ലാഹു. ഇത് അംഗീകരിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. പിന്നെ എവിടെയാണ് കൂട്ടരെ സെൽഫികൾക്ക് വർഗീയത? സെൽഫികൾ വർഗീയവാദികളാണ് ശീഈ ആരോപണമാണ്. സെൽഫികൾ മാനുഷികവാദികളാണ്. ഇത് സലഫി അഖീദയാണ്. ജാതിയോ മതമോ നോക്കാതെ, ആദർശമോ പ്രമാണമോ നോക്കാതെ, ആദർശമോ അനുഷ്ഠാനമോ നോക്കാതെ ഒരു മനുഷ്യന്റെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു എന്നതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതാണ് ഇസ്ലാമിന്റെ പോളിസി. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ വർഗീയവാദിയാകാൻ കഴിയുക? വർഗീയവാദവും വിഭാഗീയതയും ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലേ സംസാരിക്കുന്നത്. ആദർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിഭാഗീയത പറയാറില്ലല്ലോ. ആദർശം എന്നത് തന്നെ അവനവൻ അംഗീകരിക്കുന്നത്, അവനവൻ ആചരിക്കുക എന്താണല്ലോ ആദർശം. അവിടെ വിഭാഗീയതന്റെ വിഷയം വരുന്നില്ലല്ലോ. ആവശ്യം വേറൊരു ഉദാഹരണം കൂടി പറയാലോ, നാം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഒരു മുവഹിദായ ഒരു മുസ്ലിമായ മനുഷ്യൻ രാവിലെ കട തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് കട തുറക്കുക. വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 10,000-ഓ അവന്റെ കയ്യിലെത്തിക്കുന്നത് അല്ലാഹുവാണ് ലാഭമായിട്ട്. ഇതേപോലെ തന്നെ മറ്റേ കച്ചവടക്കാരൻ ക്രിസ്ത്യാനിയാണ്. അവനെ യേശുവിന്റെ നാമത്തിലാണ് കട തുറക്കുക. അവൻ ആരെ നാമത്തിലാണ് കട തുറന്നതെന്ന് അള്ളാഹു നോക്കാറില്ല. വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 10,000-ഓ അവന്റെ കീശയിലെത്തിക്കുന്നത് അള്ളാഹു ഒരുവനാണ്. അല്ലാതെ നമുക്കെന്താ ന്യായം? നമ്മളെന്തിനാ അള്ളാഹുവിനെ കൊച്ചാക്കണത്? അള്ളാഹു അക്ബർ, അള്ളാഹു അത്ര വലിയവനാണ്. അതുകൊണ്ടാണ് നാം അള്ളാഹുവിനെ സമർപ്പിക്കുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ. തൊട്ടടുത്ത് കട തുറക്കുന്നത്, തൊട്ടടുത്തുള്ള ജാറത്തിലെ പണ്ടാരത്തിൽ കൈമടക്കും കൊടുത്ത് അൽഫാത്തിയും വിളിച്ച് മുക്രിക്കാരെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടാണ് OBC അല്ലെങ്കിൽ ശീഈ മതക്കാരൻ അപ്പുറം പോയിട്ട് കട തുറക്കുന്നത്. അവനും വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 10,000-ഓ കയ്യിലെത്തിക്കുന്ന അള്ളാഹുവാണ്. അതോ തങ്ങളാണോ? എന്താ വിശ്വസിക്കേണ്ടത്? തങ്ങളാണ് എങ്കിൽ ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്ന യേശുവാണെന്നും കൂടി സമ്മതിച്ചു കൊടുക്കണം. അത് 13 അപ്പുറം 13-15 ഇപ്പുറം 13-13 ആവരുത്. 13-15 ആണെങ്കിൽ എല്ലാവർക്കും 15, 13 ആണെങ്കിൽ എല്ലാവർക്കും 13 അല്ലേ? തവനവൻ വിശ്വസിക്കുന്ന ദേവിയെയോ ദേവനെയോ പ്രതിഷ്ഠിച്ചുകൊണ്ട് രാവിലെ കട തുറക്കുന്ന ഒരു ഹിന്ദു മതക്കാരൻ, ആ ഹിന്ദു മതക്കാരന് വൈകുന്നേരമാകുമ്പോൾ 1000-ഓ 10,000-ഓ നൽകുന്നത് അള്ളാഹുവാ. അവിടെ ഒരു വർഗീയതയും വിഭാഗീയതയും അല്ലാഹു തആലക്കില്ല. ആവശ്യക്കാരന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. എന്തുകൊണ്ട്? ഖാലിഖുൽ ജമീഇൽ മഖ്ലൂഖാത്ത് അല്ലാഹ്, സകലതിനെയും നിർമ്മിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ റാസിഖുൽ ജമീഇൽ മർസൂഖാത്ത് അല്ലാഹ്, സകലതിനും അന്നം കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അവിടെ അള്ളാഹു ഒരിക്കലും വിഭാഗീയത നോക്കാറില്ല. കാരണം അള്ളാഹു മൊത്തത്തിലാണ് പറഞ്ഞത്, ലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. മനുഷ്യ മക്കൾ ആകാശത്തിൽ പോയി താമസിച്ചു, ഭൂമിയിൽ പോയി താമസിച്ചോളിൻ. അവിടെ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും അള്ളാഹു ഇസ്ലാമിയത്ത് ഷർത്താക്കിയിട്ടില്ല. കാരണം ആദം നബി ഇസ്ലാമിനെ പഠിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ, പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമു ഹവ്വാവും ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. കൂട്ടരെ നിങ്ങളെന്താ മനസ്സിലാക്കി ആകാശത്ത് നിന്ന് പഠിച്ചിട്ട് വന്നതെന്നാ? ഭൂമിയാണ് പഠിക്കാനുള്ള സ്ഥലം. ഇൽമിന്റെ അമലിന്റെ സ്ഥലം ഭൂമിയാണ്.
ഭൂമിക്കപ്പുറത്തും ഇപ്പുറത്തും ഇൽമിനും അമലിനും സ്ഥലമില്ല. അള്ളാഹു ഇൽമും അമലും വെച്ചിരിക്കുന്നത് ഭൂമിയിലാണ്. കാരണം ഭൂമിയാണ് പരീക്ഷിക്കപ്പെടേണ്ട സ്ഥലം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഖലഖൽ മൗത, മരണത്തെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. വൽ ഹയാത്ത, ജീവിതത്തെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താ പരീക്ഷിക്കേണ്ടത്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ അമൽ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി. എന്താണ് ഇഹ്സാൻ? നമ്മൾ പരിഭാഷ നോക്കിയിട്ട് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, നല്ല കാര്യം ചെയ്യുന്നത് എന്നാണ് പഠിച്ചു വെച്ചിട്ടുണ്ടാവുക അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അഹ്സനു അമല എന്ന് പറഞ്ഞാൽ അമലിൽ ഇഹ്സാൻ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഇഹ്സാൻ എന്താന്ന് പഠിക്കണം. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതാണ് ഇഹ്സാൻ. അപ്പം ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. എന്ത് പരീക്ഷിക്കാൻ? നിങ്ങൾ എന്താണ് നല്ലത് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ചീത്ത കാര്യങ്ങളാ ചെയ്യുന്നത്, അത് നോക്കാനല്ല. അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതാണ് അതിന്റെ അർത്ഥം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പോഴേ ആദർശത്തിന്റെ ആരംഭം തുടങ്ങുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയെ ഉത്കൃഷ്ടനായ മനുഷ്യനാക്കി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഖിലാഫത്തിന്റെ ദർജ കൊടുത്ത് ആദരിച്ചു അല്ലാഹു തആല മനുഷ്യർക്ക്. അവിടെ അല്ലാഹു ജാതിയും മതവും നോക്കിയില്ല. മുസ്ലിം ഈ ഭൂമിയിൽ ഖലീഫയാണ്, ഹിന്ദു ഈ ഭൂമിയിൽ ഖലീഫയാണ്, ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ ഖലീഫയാണ്, നിരീശ്വരവാദിയും ഭൗതികവാദിയും ഈ ഭൂമിയിലെ ഖലീഫയാണ്. ഖിലാഫത്തിനുള്ള യോഗ്യത ബനു ആദമായാൽ മാത്രം മതി, ആദമിന്റെ സന്തതിയായാൽ മാത്രം മതി ഖിലാഫത്തിന്റെ യോഗ്യത. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്ന വാക്കിന്റെ പൊരുളതാണ്. ഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. പകരക്കാരൻ, നേരത്തെ ഉള്ളവർക്ക് പകരക്കാരായിട്ട് ആദരവോടുകൂടി അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ പ്രയോഗം മറ്റൊരു സൃഷ്ടിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് പോലും ഈ പ്രയോഗം കൊടുത്തിട്ടില്ല അള്ളാഹു തആല. മനുഷ്യർക്ക് നൽകിയ പ്രയോഗം അതെല്ലാ മനുഷ്യരും ബാധകമാണ്. ഇവിടെ ജാതിയും മതവും നോക്കേണ്ടതില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയായിട്ട് കാണുന്ന എല്ലാ മതക്കാരെയും ജാതക്കാരെയും, ഏത് ഉമ്മാക്ക് ജനിച്ചാലും, ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് മതത്തിൽ ജനിച്ചാലും അള്ളാഹു തആല ആദരണീയനായ ഇൻസാനായിട്ട് കാണുന്നു ആ മനുഷ്യനെ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ജന്മം കൊണ്ട് മുസ്ലിമാണ്. എന്തുകൊണ്ട്? അള്ളാഹു മനുഷ്യർക്ക് ഖിലാഫത്ത് എന്ന ദർജ കൊടുത്തത് അമ്മായിട്ടാണ്. അത് ആദർശത്തിന്റെ പേരിൽ കൊടുത്തതല്ല, അസ്തിത്വത്തിന്റെ പേരിൽ കൊടുത്തതാണ്. മനുഷ്യൻ എന്ന അഡ്രസ്സിൽ കൊടുത്തതാണ്, മുസ്ലിം എന്ന അഡ്രസ്സിൽ കൊടുത്തതല്ല. ഖിലാഫത്തിന്റെ ദർജ മനുഷ്യൻ എന്ന അഡ്രസ്സിൽ കൊടുത്തതാണ്, മുസ്ലിം എന്ന അഡ്രസ്സിൽ കൊടുത്തതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യം എല്ലാ മതക്കാർക്കും ഒരുപോലെ ലഭിക്കും ഈ ഭൂമി. ഒന്നാമത്തെ ആനുകൂല്യം എന്താണ്? മുസ്ലിമായി ഫിത്രത്തിൽ ജനിക്കുക എന്നതാണ്. ഫിത്രത്ത് അല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹാ. ഉത്കൃഷ്ടമായ അവസ്ഥയിൽ ജനിച്ചു വീഴുക എന്നത് അതിന്റെ ഒന്നാമത്തെ യോഗ്യതയാണ്, ഒന്നാമത്തെ ആനുകൂല്യമാണ്. ഭൂമിയിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്നതിന്റെ ഒന്നാമത്തെ ആനുകൂല്യം. ജനിക്കുന്നവരെല്ലാം ഉത്കൃഷ്ടാവസ്ഥയിലാണ് ജനിക്കുന്നത് എന്ന്. ഒരു മുസ്ലിമിന് ജനിക്കുന്ന കുഞ്ഞ് മാത്രമല്ല, ഒരു ഹിന്ദു സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ് മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ ശാസ്ത്രം, ഇസ്ലാമിന്റെ അഖീദ. അവൻ പവിത്രനാണ്, അവൻ ശുദ്ധനാണ്, അവൻ അവന്റെ പ്രകൃതി ശുദ്ധിയുള്ളവനാണ്. ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹാ, അള്ളാഹുവിന്റെ പ്രകൃതം. അപ്രകൃതത്തിലാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ ഹദീസ് വ്യാഖ്യാനിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, മനുഷ്യ കുഞ്ഞുങ്ങൾ മുഴുവനും ഫിത്രത്തിലാണ് ജനിക്കുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അല്ലാഹു അക്ബർ. അതുകൊണ്ടാണല്ലോ 9 വയസ്സുള്ള പാർവതിക്ക് ഖുർആൻ ഓതാൻ അവകാശമുണ്ട് എന്ന് നാം പറഞ്ഞത്. 9 വയസ്സുള്ള പാർവതിക്ക് ഖുർആൻ ഓതാൻ അവകാശമുണ്ട്. ആ പാർവതി ജന്മം കൊണ്ട് മുസ്ലിമാണ്, മുസ്ലിമിന് അവകാശപ്പെട്ടതാണ് ഖുർആൻ. പിന്നെ ആദർശം, അത് രണ്ടാമത്തെ ചർച്ചയാണ്. ആദർശം, അസ്തിത്വമാണ് ഒന്നാമത്തെ ചർച്ച. അൽ ഇൻസാൻ വൽ ഇസ്ലാം. ഒന്നാമത്തെ ചർച്ച മനുഷ്യൻ, രണ്ടാമത്തെ ചർച്ച ഇസ്ലാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ സ്വീകരിച്ച ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ അല്ലാഹ് സപ്ലൈ ചെയ്യുന്നത് ഖിലാഫത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്, ഹിദായത്തിനെ പരിഗണിച്ചുകൊണ്ടല്ല. രണ്ടാമത്തെ ആനുകൂല്യം എന്താ വേണ്ടി അല്ലാഹ്? ഇനി ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അള്ളാഹു എന്താ വേണ്ട കൂട്ടരെ? ഇത്രമാത്രം വിശാലമാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെയാണല്ലോ ആ വിഷയത്തിൽ ഇപ്പൊ നിങ്ങളെ ചേറ്റുവ അങ്ങാടിയിൽ 5 കടയുണ്ട്. മുസ്ലിമിന്റെ കടയുണ്ട്, ഹിന്ദുവിന്റെ കടയുണ്ട്, ക്രിസ്ത്യാനിയുടെ കടയുണ്ട്, എല്ലാ കടയുണ്ട്. അവിടെ ഹിന്ദുവിന്റെ കട, മുസ്ലിമിന്റെ കട, ക്രിസ്ത്യാനിന്റെ കട നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ശർഅ് അനുവദിച്ച വസ്തുക്കൾ എവിടെയാണോ കിട്ടുന്നത് അത് പോയിട്ട് വാങ്ങാവുന്നതാണ്. അതിന് അനുവാദമുണ്ട്. കാരണം എന്താണ്? ബിസിനസിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യ വസ്തുക്കളെ സപ്ലൈ കൈകാര്യം ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നത് ഇൻസാനിയത്തിന്റെ ഭാഗം നിന്നൊക്കെയാണ്. അവിടെ വർഗീയത നോക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ വർഗീയവൽക്കരിച്ചത് ആരാണ്? ഒന്നാമത് ഷിയാക്കളാണ്, അല്ലേ? ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാക്കി തീർക്കാനല്ലേ ജാറങ്ങൾ നിർമ്മിച്ചത്? ജൂതന്റെ സപ്പോർട്ടോടുകൂടി ഷിയാക്കൾ, അല്ലേ? എന്താണ് മതങ്ങൾ? മതങ്ങളെ പറ്റി നിങ്ങൾ അതിൻ്റെ അത് ഒരു ബാലപാഠം പഠിച്ചിട്ടുണ്ടോ? എന്താണ് മതങ്ങൾ? മതങ്ങൾ വേറെ, ഇസങ്ങൾ വേറെ, ഇസ്ലാം വേറെ. മതങ്ങൾ, ഇസങ്ങൾ, ഇസ്ലാം. മതങ്ങളുടെയും ഇസ്ലാമിൻ്റെയും മതങ്ങളുടെയും ഇസങ്ങളുടെയും ഇടയിലാണ് ഇസ്ലാം. എന്താണ് മതങ്ങൾ? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധം ആവശ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പുരോഹിതന്മാരുണ്ടാക്കിയ വ്യവസ്ഥിതിയാണ് മതങ്ങൾ. അത് ഭൗതിക വസ്തുക്കൾ നേടാനുള്ള തന്ത്രം മാത്രമാണത്. നിന്റെ സൂക്കേട് മാറാൻ ഇന്നെടുത്തു പോകാം, കച്ചവടത്തിൽ ലാഭം കിട്ടാൻ ഇന്നെടുത്തു പോകാം, വീട് പണ്ട് പണി പൂർത്തിയാകാൻ ഇന്നെടുത്തു പോകാം. ഇതെല്ലാം ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാക്കി തീർക്കാൻ ആദ്യം നിർമ്മിച്ചത് ജാറങ്ങളാണ്. അതിന്റെ അനുബന്ധം മാത്രമാണ് അമ്പലങ്ങളും ചർച്ചുകളും. വല്ലാഹി, അമ്പലങ്ങളും ചർച്ചുകളും ശിർക്കിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളല്ല. ശിർക്കിന്റെ അടിസ്ഥാന കേന്ദ്രം ജാറങ്ങളാണ്. അതിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണ് അമ്പലങ്ങളും ചർച്ചുകളും എന്ന് അഹ്ലു സുന്ന മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കേരളക്കാരല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ മതക്കാരൻ്റെത്, ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പുറത്തുള്ളവൻ്റെത്. അതിനുള്ള യോഗ്യത ഒന്നിക്കൽ അറബി ഭാഷയിൽ പേരുണ്ടാവുക അല്ല കൂട്ടരെ, അല്ല. അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി ചരിത്ര പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ശീസ് നബി വരെയുള്ള പ്രവാചകന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്തിട്ടില്ല. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്തത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. രണ്ടാമത്തെ നബിയായ ശീസ് നബിന്റെ കാലഘട്ടത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. മൂന്നാമത്തെ നബിയായ ഇദ്രീസ് നബിന്റെ കാലഘട്ടത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിന്റെ 11ാമത്തെ തലമുറയല്ലേ? 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള സഹീഹായ സനദല്ലേ? ആ 10 തലമുറക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല, ഷഹാദത്ത് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലല്ല, നബി മാത്രമാണ്. ശീസ് നബി നബി മാത്രമാണ്, റസൂലല്ല. ഇദ്രീസ് നബി നബി മാത്രമാണ്, റസൂലല്ല. എന്തുകൊണ്ടാണ് റിസാലത്ത് ഇല്ലാതെ പോയത്? ദഅവത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് ദഅവത്തിന്റെ ആവശ്യമില്ലാത്തത്? മനുഷ്യരാരും ജാറത്തിലെത്തിയിട്ടില്ല ഇലാഹ നിർത്തിയുമായി. അതുകൊണ്ടാണ് ദഅവത്തിന്റെ ആവശ്യമില്ലാതെ വന്നത്. വളരെ കൃത്യമായിട്ട് നാം പഠിച്ചേ പറ്റൂ. സലഫികളായ നാം, അഹ്ലുസുന്നയുടെ വക്താക്കൾ എന്ന് പറയുന്ന നാം അത് പഠിച്ചേ പറ്റൂ. ഈ 3 നബിമാരും മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഖബറുകൾ വെച്ചുകൊണ്ടല്ലേ ശിർക്കിന്റെ ആദ്യ പാഠം ശൈത്താൻ ലോകത്തിന് പഠിപ്പിക്കാൻ തുടങ്ങിയത്? അഷ്റഫുൽ ഖൽഖ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ലേ നമുക്കത്? 11ാമത്തെ തലമുറയിലല്ലേ ശൈത്താൻ ഖബറുകൾ വെച്ചുകൊണ്ട് ശിർക്കിന്റെ ആരംഭം തുടങ്ങിയത്? അന്ന് മതങ്ങളുണ്ടോ?
ക്രിസ്തു മതം വന്നുണ്ടോ? 2000 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ ക്രിസ്ത്യാനി മതം വന്നിട്ട്. 4000 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ കാലത്തേക്ക് ജൂതമതം വന്നിട്ട്. ആര്യമതം വന്നിട്ട് 6000 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ദ്രാവിഡ മതം വന്നിട്ട് 9000 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഏതാണ്ട് 9500 10000 കൊല്ലത്തോളമായില്ലേ? ചരിത്രം പരിശോധിക്കരുതോ? ഏത് മതക്കാരാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് പരിചയമുള്ളത്? ഇസ്ലാം അല്ലാത്ത, മുസ്ലിം അല്ലാത്ത ഏത് മതക്കാരെയാണ് നൂഹ് നബിക്ക് പരിചയം? അന്ന് ഹിന്ദു മതമുണ്ടോ? ക്രിസ്തു മതമുണ്ടോ? ജൂതമതമുണ്ടോ? മജൂസി മതമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് മതമുണ്ടോ? ഏതെങ്കിലും മതം നൂഹ് നബിന്റെ കാലഘട്ടത്തിലുണ്ടോ? പിന്നെ ആരിലേക്കാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്നത്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ വരുന്നതിന് മുമ്പ് തെറ്റുകൾ തിരുത്തണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കാനാണ് നാം നൂഹിനെ റസൂലാക്കിയതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എന്ത് തെറ്റായിരുന്നു അവരെ തിരുത്തേണ്ടിയിരുന്നത്? എന്ത് തെറ്റ് തിരുത്താനായിരുന്നു നൂഹ് നബി വന്നിട്ട് പറഞ്ഞത്? ഖുർആന്റെ നസ്സ് കൊണ്ടോ ഹദീസിന്റെ സനദ് കൊണ്ടോ നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ ജനം ചെയ്ത ഏതെങ്കിലും ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോന്നിയവാസത്തെ പറ്റി, ചീത്തയെ പറ്റി, ഏതെങ്കിലും ഒരു തെറ്റിനെ പറ്റി പറയാൻ പറ്റുമോ ചരിത്രത്തിൽ? ലൂത്ത് നബിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്രം നമുക്കറിയാം. ലൂത്ത് നബിന്റെ കാലത്ത് ജനം ചെയ്ത തെറ്റ് നമുക്കറിയാം. സാലിഹ് നബിന്റെ കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമുക്കറിയാം. മൂസ നബിന്റെ കാലഘട്ടത്തിൽ ഫറോവാന്റെ കൗമ ചെയ്ത തെറ്റ് നമുക്കറിയാം. ഈസ നബിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിയർ ചെയ്ത തെറ്റ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിയെ തിരുത്താൻ അയച്ചത് അല്ലാഹു തആല? എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഏത് മതക്കാരിലേക്കാണ്? കൃത്യമായി നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പ് വെക്കുന്ന, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്ന, കൃത്യമായിട്ട് പരലോക രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, കൃത്യമായിട്ട് അള്ളാഹുമായിട്ട് ബന്ധമുള്ള പള്ളികളുള്ള, മദ്രസകളുള്ള, ഉലമാക്കളുള്ള, മുദരിസുമാരില്ല ഉള്ള, ഖാദിമാരുള്ള, ഉസ്താദുമാരുള്ള ഒരു സമൂഹത്തിലേക്കല്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്? അല്ലേ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തനുസരിച്ച് കൃത്യമായി ജീവിക്കുകയായിരുന്നില്ല അവര്? എന്നിട്ടും ആ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ അടക്കം വെള്ളത്തിൽ മുക്കി കൊല്ലാൻ മാത്രം അവർ ചെയ്ത തെറ്റെന്താ പരിശോധിക്കേണ്ടതുണ്ട്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്നാമത്തെ റസൂല് ബഹുമാനപ്പെട്ട നൂഹ് നബിയാണ്. 313ാമത്തെ റസൂല് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിൻ്റെ ഇടയിലുള്ള 313 ആളെയും ജോലി ഒന്നാണ്, ഒറ്റൊരു ജോലി. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിട്ട് വരുന്ന സന്ദർഭത്തിൽ, റസൂലായിട്ട് വരുന്ന സമയത്ത് ഒരേ സമയത്ത് നബിയാണ്. അത് മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ളതാണ്. അതേ സമയത്ത് റസൂലാണ്. ഇസ്ലാമിൽ നിന്ന് ഷഹാദത്ത് തെറ്റി പുറത്തു പോയവർക്ക് തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കാനുള്ളതാണ് റിസാലത്ത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തത് ആരെയാണ്? മുസ്ലിമീങ്ങളെയാണ്. മറ്റു മതങ്ങൾ ഏതാണ്? നിങ്ങൾ പറഞ്ഞതാ. ഏത് മതങ്ങൾ ഉണ്ടെങ്കിൽ പറ, ചരിത്രം പറ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്ന ഏത് മതമാണ് അന്ന് ഇറാഖിലുള്ളത്? അന്ന് ഭൂമിയിൽ തന്നെ മനുഷ്യൻ ഇറാഖിലല്ലേ ഉള്ളൂ. വേറെ ലോകത്തൊന്നും മനുഷ്യൻ പെരുകാൻ തുടങ്ങിയിട്ടില്ലല്ലോ. നൂഹ് നബിന്റെ വഫാത്തിന് ശേഷമല്ലേ വെള്ളപ്പൊക്കം, കപ്പലിൽ നിന്നിറങ്ങിയ സമൂഹം നൂഹ് നബിന്റെ വഫാത്തിന് ശേഷമല്ലേ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും യാത്ര തിരിച്ചത്? നൂഹ് നബിന്റെ 3 ആമക്കള് 3 വൻകരകളിലേക്ക് പോയി. അവിടങ്ങളൊക്കെ പെറ്റുപെരിയ മനുഷ്യരല്ലേ ഇന്ന് കാണുന്ന മനുഷ്യന്റെ പൂർവികൻ അല്ലേ നൂഹ് നബിന്റെ 3 ആമക്കള്? അതുവരെ ലോകത്ത് വേറെ അടി മനുഷ്യരില്ലല്ലോ. നമ്മൾ ചരിത്രത്തെ മൂടി വെക്കുന്ന എന്തിനാ? തൗഹീദ് പറയുക, തൗഹീദ് അംഗീകരിക്കുക, അതിൽ ചരിത്രത്തെ മൂടി വെക്കുക. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് ഈ ചരിത്രത്തെ മൂടി വെക്കുന്നത്? നാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്ര വലിയ മുന്നറിയിപ്പ് അവർക്ക് നൽകിയത്? അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അർസൽനാ, നാമാണ് റസൂലാക്കി നിയോഗിച്ചത് നൂഹിനെ ഇലാ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലേക്ക്. എന്തിന്? അൻ അൻദിർ ഖൗമക്, നിന്റെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ എന്ന നിർദ്ദേശവുമായിട്ട്. മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്ക് വരാൻ പോകുന്നുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്ന മുന്നറിയിപ്പ് നൽകാനാണ് നാം നൂഹിനെ നിയോഗിച്ചത് എന്ന് അല്ലാഹു തആല സൂറത്തു നൂഹിന്റെ തുടക്കത്തിൽ പറഞ്ഞതല്ലേ? ഇത്രയും ഭയങ്കരമായ തെറ്റെന്താണ്? അവർ പരസ്യമായി സിന ചെയ്യുന്നവരായിരുന്നോ? അന്ന് മദ്യപിക്കുന്നവരുണ്ടായിരുന്നോ? പരസ്യമായി കൂട്ടക്കൊല നടത്തുന്നവരായിരുന്നോ? പരസ്യമായി പലിശ തിന്നുന്നവരായിരുന്നോ? മറ്റെന്തെങ്കിലും തോന്നിയവാസങ്ങൾ പരസ്യമായി ചെയ്യുന്നവരാണോ നൂഹ് നബിന്റെ ഖൗമ്? അങ്ങനെ ഒന്നും പ്രമാണങ്ങളിൽ പറയപ്പെട്ടിട്ടില്ല. നൂഹ് നബിന്റെ ഖൗമ് ചെയ്ത ആകെ തെറ്റ് 5 ഔലിയാക്കൾക്ക് ജാറങ്ങൾ ഉണ്ടാക്കി ഇലാഹ നടത്തിയുമായിട്ട് അവിടത്തേക്ക് പോയി. അതാണ് ഇത്രയും വലിയ ഗൗരവമായിട്ട് അല്ലാഹു തആല കണ്ടതും അത് തിരുത്താത്തതിന്റെ പേരിലാണ് കടുകടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതും. അല്ലേ ഖുർആൻ? അല്ലേ? എന്തിനാണ് വ്യംഗ്യമായിട്ട് പറയുന്നത് തൗഹീദിന്റെ വിഷയം? തൗഹീദും ശിർക്കുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അത് വളരെ വ്യക്തവും ശക്തവും വളരെ ക്ലിയറുമാണ്. 313 മുർസലീങ്ങളാണ് അതിന്റെ പ്രബോധകന്മാർ. 313 മുർസലീങ്ങളും ആ കാലഘട്ടത്തിലെ സാഹചര്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചവരല്ലേ? ഓരോ കാലഘട്ടത്തിലും റസൂലുകൾ വരുമ്പോൾ അവിടുത്തെ ജനം സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ? തിന്നു കുടിച്ച് മതിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്റെ ശരീഅത്തനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയായിരുന്നില്ലേ? ഒപ്പം ശരീരത്തിന്റെ ഹവ തീർക്കാൻ സിനയും പെണ്ണും കള്ളുമായിട്ട് കഴിയുകയായിരുന്നില്ലേ? അങ്ങനെ ഭരണകൂടവും പുരോഹിതന്മാരും സാധാരണക്കാരും തിന്നു കുടിച്ച് മതിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്തിനാണ് മുസ്ലിങ്ങൾ വന്ന് പ്രശ്നമുണ്ടാക്കിയത്? അതിന്റെ ഇടയിൽ എന്തിനാണ് മുസ്ലിങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? ഐക്യത്തിൽ ജീവിക്കുന്ന ബഹുസ്വരതയുള്ള ഒരു സമൂഹമായിരുന്നില്ലേ ആ കാലഘട്ടത്തിൽ ജീവിച്ചത്? ആയിരുന്നില്ലേ? എല്ലാവരും സുഖമായി ജീവിക്കുകയല്ലേ? ഭരണകൂടത്തിന്റെ ചോട്ടിൽ തിന്നു കുടിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? കുടിക്കുന്നവർക്ക് കുടിക്കാം, പിടിക്കുന്നവർക്ക് പിടിക്കാം, നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം, തോന്നിവാസികൾക്ക് തോന്നിവാസം ചെയ്യാം, കൊല്ലുന്നവനിക്ക് കൊല്ലാം, കൊള്ള നടത്തുന്നവനിക്ക് കൊള്ള നടത്താം, ഭക്തിയോടെ ജീവിക്കുന്നവനിക്ക് ഭക്തിയോടെ ജീവിക്കാം, ആരും ചോദിക്കാനില്ല, പറയാനില്ല. അങ്ങനെ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ അരുത് എന്ന് പറഞ്ഞിട്ട് റസൂല് വന്നത് ആരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? എങ്കിൽ 313 മുർസലിങ്ങളും പ്രശ്നക്കാരാണ്. സ്വതന്ത്രമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ കടന്നു വന്ന് പ്രശ്നമുണ്ടാക്കിയവരാണെന്ന് പറയേണ്ടി വരും മുർസലിങ്ങളെ സംബന്ധിച്ച്. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി അടക്കം അല്ലേ? അതെന്നിരുന്ന് ഖുറൈശികൾ ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, അലിഹാദാ ജമഅതന ഖദ് ഫറഖത ബൈനന, ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണോ മുഹമ്മദ് നീ വന്നിരിക്കുന്നത്? ഞങ്ങൾ വളരെ ഐക്യത്തിൽ ജീവിക്കുകയല്ലേ? ഓരോരുത്തർക്ക് ഓരോ ജാറും. ഖുറൈശി തറവാട്ടിൽ 14ഓളം കബീലകളുണ്ട്. ഈ 14 കബീലകൾക്ക് 14 ജാറങ്ങൾ. മഹാന്മാരുടെ ഏറ്റവും വലിയ ജാറം ലാത്തന്റെ ജാറം ഇലാഹദ്റത്തി ലാത്ത, പിന്നെ വലിയ ജാറം ഉസ്സന്റെ ഇലാഹദ്റത്തി ഉസ്സ. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കം കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അവർ കൃത്യമായി നോമ്പ് നോക്കുന്നവരായിരുന്നില്ലേ? ആശൂറ നോമ്പ് കൃത്യമായി ഉംറയും ഹജ്ജും ചെയ്യുന്നവരായിരുന്നില്ലേ? ഇബ്രാഹിമി ശരീഅത്തിന് വിരുദ്ധമായിട്ട് അമലുകൾ ചെയ്യുന്നവരായിരുന്നു അവർ. ഒപ്പം കഅബത്തിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ജാറത്തിൽ ചെന്ന് ഇലാഹ നടത്തിയും പറയുന്നവരായി. അത് തിരുത്താനാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്. അവരാരെയും നിസ്കരിപ്പിക്കാനോ നോമ്പോപ്പിക്കാനോ അല്ല. അതൊക്കെ പിറകെ വന്ന വിഷയങ്ങളാണ്. 11 കൊല്ലം വരെ നിസ്കാരത്തെ പറ്റിയുള്ള ചർച്ചയുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക്. പക്ഷെ ഖുറൈശികൾ നിസ്കരിക്കുന്നവരായിരുന്നില്ലേ മക്കത്ത്? 11 കൊല്ലം നോമ്പിനെ പറ്റി ചർച്ചയുണ്ടായിരുന്നോ? പക്ഷെ നോമ്പ് വെക്കുന്നവരായിരുന്നില്ല അവർ. 11 കൊല്ലം ഉംറയും ഹജ്ജും ചെയ്യുന്നവരായിരുന്നില്ല അവർ. ആ 11 കൊല്ലം ഹജ്ജിനെ പറ്റിയുള്ള ചർച്ചയുണ്ടായിരുന്നോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. ഇത് അബൂജഹൽ ചൊല്ലിയ ദിക്റല്ലേ നമ്മളിപ്പോൾ ചൊല്ലുന്നത്? ഉത്ബത്ത് ചൊല്ലിയ ദിക്റല്ലേ ഇപ്പോൾ ചൊല്ലുന്നത്? അബൂ താലിബ് ചൊല്ലിയ ദിക്റല്ലേ അത് ഇപ്പോഴും ചൊല്ലുന്നത്? എന്താ മുഹമ്മദ് നബി പുതുതായിട്ട് കൊണ്ടുവന്നതാണോ? അതോ ഇബ്രാഹിം ഈ ശരീഅത്ത് അനുസരിച്ച് 6000 കൊല്ലത്തോളം പഴക്കമുള്ളതാണോ ഈ തജ്ജീദ് ചൊല്ലുന്ന തൽബിയത്ത്? എന്താണ് കൂട്ടരെ കാര്യം മനസ്സിലാക്കാത്തത്? ഇതെല്ലാം ഖുറൈശികൾ ചെയ്തിട്ടും അവർ മുശ്രിക്കുകളാണെന്ന് അല്ലാഹു തആല വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചെയ്യുന്നതിനോടൊപ്പം അവർ ജാറങ്ങളിൽ ചെന്ന് ഇലാഹ നടത്തി പറയുമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു അവരെ മുശ്രിക്ക് എന്ന് വിളിച്ചത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം.
കുറച്ചും കൂടി വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം സംസാരിക്കാം. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا ربي ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم اشفنا واشف مرضانا ومرضى المسلمين. اللهم اعزنا واعز الاسلام والمسلمين. اللهم انصرنا وانصر الاسلام والمسلمين. اللهم الف بين قلوب المسلمين الموحدين. اللهم اصلح ذات بينهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد